ഞാൻ കുറച്ച് സെൻറ്റൻസ് തരാം. യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഇസ് റൈറ്റ്. Tina and me went for a movie. Tina and I went for a movie. Anya had lunch with Raj and I. Anya had lunch with Raj and me. Rahul and them are friends. Rahul and they are friends. Riya, Rohan and we study together. Riya, Rohan and us study together. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തനിയെ മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോ ഒരു ഗ്രാമർ വീഡിയോ ആണ്. ഐ നോ ഗ്രാമർ ഈസ് വെരി ബോറിങ്. പക്ഷേ എൻ്റെ കയ്യിലൊരു നല്ല ട്രിക്കുണ്ട്. ഈ ട്രിക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും സമയം വേണ്ട. അതിനുവേണ്ടി കൂടുതൽ ഗ്രാമർ ഓർത്തിരിക്കുകയോ അങ്ങനത്തെ റൂൾസ് മനസ്സിലാക്കി വെക്കുകയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. വളരെ ഈസിയാണ്. അപ്പോൾ ട്രിക്ക് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് കുറച്ച് ഗ്രാമർ കൂടി ഞാൻ പറയും. എന്നാലേ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് നമുക്ക് മനസ്സിലാവുള്ളൂ. I, we, they ഇത് മൂന്നും സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. me, us, them ഇത് മൂന്നും ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് എ സബ്ജക്റ്റ് പ്രൊനൗൺ ആൻഡ് വാട്ട് ഈസ് എൻ ഒബ്ജക്റ്റ് പ്രൊനൗൺ? സബ്ജക്റ്റ് പ്രൊനൗൺ ഈസ് എ പെർഫോമർ ഓഫ് എൻ ആക്ഷൻ. എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ് പ്രൊനൗൺ. ഐ വെൻറ്റ് ഫോർ എ മൂവി, വി ആർ സ്റ്റഡിയിങ്, ദേ വെൻറ്റ് ടു ദ പാർക്ക്. ഇവിടെയൊക്കെ ഐ, വി, ദേ ഈ വേർഡ്സ് എല്ലാം, അതായത് ഈ പ്രൊനൗൺസ് എല്ലാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഐ ആം സ്റ്റഡിയിങ്, ഞാനാണ് പഠിക്കുന്നത്, അല്ലാതെ മറ്റൊരാളല്ല. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ സബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്താണ്? ഒബ്ജക്റ്റ് പ്രൊനൗൺ ഇസ് ദ റിസീവർ ഓഫ് എൻ ആക്ഷൻ. മറ്റൊരാൾ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്താൽ ആ ആക്ഷൻ്റെ ഫലം കിട്ടുന്നത് റിസീവറിനാണ്, അതായത് ഒബ്ജക്റ്റ് പ്രൊനൗണിനാണ്. മായ കോൾഡ് മീ, മീര ഇസ് കമ്മിങ് ടു വിസിറ്റ് അസ്, the teacher is sending the notes to them. ഇവിടെയൊക്കെ me, us, them ഈ പ്രൊനൗൺസ് എല്ലാം ഉപയോഗിക്കുന്നത് എന്തിനാണ്? മറ്റൊരാൾ ചെയ്യുന്ന ഒരു ക്രിയയുടെ ഫലം കിട്ടുന്നത് ഈ ആൾക്കാർക്കാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സിമ്പിൾ സെൻറ്റൻസസിൽ ഐ ആണോ മീ ആണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ആർക്കും യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇത് വളരെയധികം ബേസിക് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാനായി ഒന്നിലധികം ആൾക്കാരെ നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യിച്ചു നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ തന്നെ എടുത്താലോ. ടീന ആൻഡ് മീ വെൻറ്റ് ഫോർ എ മൂവി, ടീന ആൻഡ് ഐ വെൻറ്റ് ഫോർ എ മൂവി. ഇതിലേതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് മനസ്സിലാക്കാനാണ് നമുക്ക് നമ്മുടെ ട്രിക്ക് ആവശ്യം വരുന്നത്. ഇപ്പോൾ ടീനയാണല്ലോ എക്സ്ട്രാ ആയിട്ട് വന്നത്. ടീനയെ നമ്മൾക്കൊന്ന് മാറ്റി നിർത്തി നോക്കാം. വേണമെങ്കിൽ കൈകൊണ്ടൊന്ന് മറച്ചു പിടിച്ച് നോക്കാം. അപ്പോൾ ഐ വെൻറ്റ് ഫോർ എ മൂവി, മീ വെൻറ്റ് ഫോർ എ മൂവി. ഏതാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഐ വെൻറ്റ് ഫോർ എ മൂവി അല്ലേ? സോ ഇപ്പോൾ നമുക്ക് ഉത്തരം വളരെ ഈസി ആയിട്ട് കിട്ടി. ഇനി ടീനയെ തിരിച്ചു കൊണ്ടുവരാം. സോ ടീന ആൻഡ് ഐ വെൻറ്റ് ഫോർ എ മൂവി, ടീന ആൻഡ് മീ വെൻറ്റ് ഫോർ എ മൂവി തെറ്റായ ഉപയോഗമാണ്. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ആന്യ ഹാഡ് ലഞ്ച് വിത്ത് രാജ് ആൻഡ് മീ, ആന്യ ഹാഡ് ലഞ്ച് വിത്ത് രാജ് ആൻഡ് ഐ. ഇതിലേതാണ് കറക്റ്റ് ഉത്തരം? ഇവിടെയും നമുക്ക് എക്സ്ട്രാ ആയി വന്ന നൗണിനെ നമുക്ക് മാറ്റി നിർത്തി നോക്കാം. രാജാണല്ലോ ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ രാജിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ആന്യ ഹാഡ് ലഞ്ച് വിത്ത് മീ, ആന്യ ഹാഡ് ലഞ്ച് വിത്ത് ഐ. ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് തോന്നുന്നത്? ആന്യ ഹാഡ് ലഞ്ച് വിത്ത് മീ അല്ലേ? അപ്പോൾ അതാണ് നമ്മളുടെ കറക്റ്റ് ഉത്തരം. സോ രാജിനെ തിരിച്ചു കൊണ്ടുവരാം. ആന്യ ഹാഡ് ലഞ്ച് വിത്ത് രാജ് ആൻഡ് മീ. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇനി ഇതേ ട്രിക്ക് നമുക്ക് വേറൊരു സെൻറ്റൻസിൽ ഉപയോഗിച്ച് നോക്കാം. രാഹുൽ ആൻഡ് ദേ ആർ ഫ്രണ്ട്സ്, രാഹുൽ ആൻഡ് ദെം ആർ ഫ്രണ്ട്സ്. ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ ട്രിക്ക് യൂസ് ചെയ്യുക. രാഹുലിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ദേ ആർ ഫ്രണ്ട്സ്, ദെം ആർ ഫ്രണ്ട്സ്. ഏതാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്? ഒബ്വിയസ്ലി ദേ ആർ ഫ്രണ്ട്സ് അല്ലേ? ദെം ആർ ഫ്രണ്ട്സ് ഡസൻറ്റ് സൗണ്ട് റൈറ്റ്. അപ്പോൾ നമുക്ക് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാം. രാഹുൽ ആൻഡ് ദേ ആർ ഫ്രണ്ട്സ്. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് വൺ. Riya, Rohan and we are studying together. Riya, Rohan and us are studying together. ഇവിടെ എന്താണ് വേണ്ടത്? റിയ ആൻഡ് റോഹൻ ഇവരെ രണ്ടുപേരെയും നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. സോ വി ആർ സ്റ്റഡിയിങ് ടുഗെദർ, അസ് ആർ സ്റ്റഡിയിങ് ടുഗെദർ. ഇവിടെ ഏതാണ് കറക്റ്റായിട്ട് തോന്നുന്നത്? റൈറ്റ്, വി ആർ സ്റ്റഡിയിങ് ടുഗെദർ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് റിയനെയും റോഹനെയും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. സോ റിയ, റോഹൻ ആൻഡ് വി ആർ സ്റ്റഡിയിങ് ടുഗെദർ. ഇതാണ് നമ്മളുടെ കറക്റ്റായ ഉപയോഗം. അപ്പോൾ ഐ, വി, ദേ, അസ് ഇതൊക്കെ മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് പ്രൊനൗൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ ട്രിക്കിൻ്റെ സഹായം തേടാം.
അപ്പോൾ നമുക്ക് കറക്റ്റായി സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലോ ഒക്കെ നമ്മൾ എന്താണ് കറക്റ്റായി ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇനി മുതൽ തെറ്റുകൂടാതെ ഈ പ്രൊനൗൺസ് നിങ്ങളുടെ ഭാഷയിൽ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.